ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, യോഗ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈശ്വര വിശ്വാസം ഉണ്ടാകുമോ എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു ഗുണമാണ്. ഒരു പരിഗണന കിട്ടുന്നു എല്ലാവരുടെയും മുൻപിൽ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എൻ്റെ തോന്നലായിരിക്കും. പക്ഷെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ പുറത്തിറങ്ങിയാൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ വരെ നമ്മളോട് കുശലം ചോദിക്കുകയും എവിടെ പോകുന്നു, എവിടെ വീട്, അങ്ങനെയൊക്കെ നമ്മളോട് വിശേഷങ്ങൾ തിരക്കുന്നു. അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായി. അതുപോലെ നമ്മളോട് വിരോധമുള്ള ആൾക്കാർ, അവർ പോലും നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. പിന്നാണെങ്കിൽ നമ്മൾ ഏതൊരു അമ്പലത്തിൽ പോയാലും അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പരിഗണന കിട്ടുന്നുണ്ട്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തിരുമേനിമാർ പോലും നമ്മളോട് ചോദിക്കുന്നു, എവിടുന്നാ വരുന്നത്, എവിടാ വീട്. പിന്നെ നമുക്ക് പ്രസാദം തരുന്നതിന് ഒക്കെ ഒരു പ്രത്യേകത. എവിടെ ചെന്നെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിഗണന കിട്ടുന്നു. എനിക്കുണ്ടായൊരു അനുഭവമാണ്. ഞാൻ ഒരമ്പലത്തിൽ പോയി. അവിടെ പൂരം ഉത്സവമാണ്. അപ്പം ഞാനിവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാണ് ശ്രീകോവിലിന് മുന്നിൽ. അപ്പോൾ ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ ഒരു ഭാഗത്ത് കുറേ സ്പേസ് കിടക്കുന്നു. അപ്പോൾ എന്നെ അവിടെ നിന്നൊരു അമ്മ വിളിച്ചു, മോളെ ഇവിടെ വാ, ഇവിടെ നിൽക്കാമെന്ന്. അപ്പോൾ എൻ്റെ ധാരണ എന്താ, ഇത്രയും സ്പേസ് കിടക്കുന്ന ജീവിത എഴുന്നള്ളത്ത് പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ജീവിതം കൊണ്ടുവന്ന് ഇവിടെ വെക്കാനായിരിക്കും ഇത്രയും സ്പേസ് ഇട്ടിരിക്കുന്നത്. കാരണം ബാക്കി സ്ഥലത്ത് മൊത്തം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുക. ഇത്രയും സ്പേസ് ഉള്ളിടത്ത് മാത്രം ഒരു മനുഷ്യർ പോലും ഇല്ല. എന്നെ വിളിച്ച്, മോളെ ഇങ്ങി വാ. ഞാൻ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. ഞാനും കൊണ്ട് എൻ്റെ ഹസ്ബൻഡുണ്ട്, എൻ്റെ നാത്തൂന്മാരുണ്ട് 2 പേര്. അപ്പം ഞാൻ ചോദിച്ചു, ഇതിന് മുന്നിൽ കൂടെ അങ്ങോട്ട് കടന്നു വരാമോ? വരാം, ഇങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ആ അമ്മയുടെ മുന്നിൽ പോയി നിന്ന് ദേവിയെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ നിൽക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകളെല്ലാം വരാൻ തുടങ്ങി. എൻ്റെ അപ്പുറത്തെ സൈഡിലും എല്ലാം വന്നു. ഭയങ്കര തിക്കും തിരക്കുമായി. പക്ഷേ എനിക്ക് ആ അമ്മയുടെ മുന്നിൽ നിന്ന് എൻ്റെ ദേവിയെ എനിക്ക് നല്ലോണം തൊഴുവാനും പ്രാർത്ഥിക്കുവാനും ദീപാരാധന കണ്ട് തൊഴുവാനും എനിക്ക് അങ്ങനെ അനുഗ്രഹം ഉണ്ടായി. അത് ഭയങ്കര ജനത്തിരക്കുള്ള ഒരു അമ്പലമാണ്. അവിടെ നിന്ന് ഞാൻ അർച്ചനയ്ക്ക് എഴുതിച്ചിട്ട് ഇപ്പുറത്ത് വന്ന് പ്രസാദം വാങ്ങിക്കാൻ നിൽക്കുക. അപ്പം ഒരുപാട് പേര് അർച്ചനയ്ക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തിരുമേനി പ്രസാദം കൊടുക്കുന്നിടത്ത് തിരുമേനി പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്ക്, ഇങ്ങനെ തിരക്ക് കൂട്ടാതെ. അപ്പോൾ എന്നിട്ട് എന്നോട് പറയാ, ഇവിടെ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ അവരോട് പറഞ്ഞതാണെന്ന്. അപ്പം ഞാൻ ഈ തിരുമേനിയുടെ അടുത്ത് തന്നെ നിൽക്കുക. ഫസ്റ്റിലെ ഇത്രയും ജനത്തിരക്കുള്ള ആ അമ്പലത്തിൽ ഫസ്റ്റിലെ എനിക്കാണ് ആ പ്രസാദം തന്നത്. അങ്ങനെ എനിക്ക് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഒരു പരിഗണന കിട്ടുന്നുണ്ട്. അത് ഞാൻ ഈ മെഡിറ്റേഷൻ, യോഗ, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഈ 2 വർഷം കൊണ്ടാണ്. അതിന് മുന്നേയൊന്നും അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഒരുപാട് അമ്പലങ്ങളിൽ പോയിടത്തല്ല ഒട്ടും പരിചയമില്ലാത്ത തിരുമേനിമാരൊക്കെ എവിടുന്നാ വരുന്നേ, പിന്നെന്തെങ്കിലുമൊക്കെ കുശലങ്ങൾ ചോദിക്കുന്നു. എനിക്കതൊക്കെ അങ്ങ് അത്ഭുതമായി. അതുപോലെ വേറെ എവിടെ ചെന്നെന്ന് പറഞ്ഞാൽ, ഏതൊരു സ്ഥലത്ത് ചെന്നെന്ന് പറഞ്ഞാലും നമുക്ക് എന്തോ ഒരു പ്രത്യേക പരിഗണന കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം. എനിക്കുണ്ടായ ഗുണമാണ് കേട്ടോ. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, എനിക്ക് ഉണ്ടായ ഒരു ഗുണമാണ്. അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എത്ര ശത്രുതാ മനോഭാവത്തോടെ നമ്മളെ കണ്ടിരുന്നവർ പോലും ഇപ്പോൾ കാണുമ്പോൾ അവർക്ക് ആ ശത്രുതയേ ഇല്ല. എനിക്കുമില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ദേഷ്യമെന്ന് പറഞ്ഞത് അങ്ങനെ വരുന്നില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ട് ചിലപ്പോഴൊക്കെ ഒരു ചെറിയ രീതിയിൽ. പക്ഷെ നമുക്ക് നേരത്തെ പോലുള്ള ദേഷ്യമോ അല്ലെ മറ്റുള്ളവരോട് വാശി, വൈരാഗ്യം ഇങ്ങനൊന്നും വെച്ച് പുലർത്താറില്ല. എല്ലാം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വാശിയും വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഈശ്വരൻ്റെ കടാക്ഷം നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ
ഒരുപാട് ഗുണങ്ങൾ ഈ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, യോഗ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ, അതായത് പ്രാണായാമം, ഭസ്ത്രിക, സുദർശനക്രിയ, ഇതൊക്കെ ഒരു ഗുരുവിൻ്റെ കീഴിൽ പോയി അഭ്യസിച്ച് അതും കൂടി ചെയ്യണം. വളരെ നല്ലതാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തതയും സമാധാനവും കിട്ടി ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോ രൂപത്തിൽ കിട്ടും. ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോയിൽ കൂടി അങ്ങനെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകുന്നു. ഓക്കെ, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.